പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എന്റെ 6-ാമത്തെ വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നതേക്കും മഹത്വവും ധരവും. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വായിച്ച വചനം എന്ന് പറയുന്നത് നമ്മെ സ്നേഹിക്കുന്നവൻ, ഹല്ലേലൂയ, നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചവൻ, ഹല്ലേലൂയ, തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതവനും ആക്കി തീർത്തവൻ. ആരാണത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യോഹന്നാന് ഉണ്ടായ ഒരു വെളിപ്പാട് എന്നാണ് ഇതിന്റെ ഹെഡിങ് വായിക്കുന്നത്. എന്നാൽ യോഹന്നാൻ പറഞ്ഞു തുടങ്ങിയത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. 1-ാം വാക്യം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഈ വെളിപ്പാട് ദൈവം, ഹല്ലേലൂയ, യേശുക്രിസ്തു തന്റെ ദൂതൻ മുഖാന്തരം തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ അത് നമുക്ക് എഴുതി തന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകമെന്നോ, പക്ഷെ പലരും ഇതിനെ വെളിപാടെന്നാണ് പറഞ്ഞത്. വെളിപാട് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് അവരോട് തന്നെ ചോദിക്കണം. ചിലർക്ക് വെളിപാടുണ്ടാവും. വേദപുസ്തകം വെളിപ്പാടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ചിലരൊക്കെ ചുമ്മാ വെളിപാടുകൾ വിളിച്ചു പറയും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വേദപുസ്തകം യഥാർത്ഥമായി വായിച്ച് അക്ഷരങ്ങൾ തെറ്റാതെ, എല്ലാവരും വായിച്ച അക്ഷരങ്ങൾ തെറ്റ്, ഞാനൊക്കെ വായിച്ച തെറ്റെങ്കിലും ഹെഡിങ്ങൊക്കെ വായിക്കുമ്പോൾ തെറ്റാതെ വായിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വചനത്തിനകത്ത് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ് ഈ രാജ്യം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചിന്റെ അതിനൊരു ചരിത്രം നമ്മൾ വായിച്ചാൽ, പഴയ നിയമത്തിൽ ഒരു കുടുംബം മാത്രമായിരുന്നു പൗരോഹിത്യ അവകാശത്തിൽ നിലനിന്നിരുന്നത്. പഴയ നിയമത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഹരോന്യ കുടുംബത്തെ മാത്രമാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും ദൈവം രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രാജ്യം എന്നിവിടെ പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലമാണ്. അതിനാണ് രാജ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഭൂമി സഭ, ഹല്ലേലൂയ, സ്തോത്രം. സഭ ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഭൂമി സഭ ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു രാജ്യമാണ് ദൈവസഭ, അതാ ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത്. അപ്പം ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന രാജ്യം എന്ന് പറയുന്ന ദൈവസഭയുടെ പുരോഹിതനാക്കി ദൈവം തന്റെ ജനത്തെ, എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടുന്ന സകലരെയും പുരോഹിതന്മാരാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു പേരാണ് പുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം പുരോഹിതൻ എന്ന് പേര് പ്രാപിച്ച സകല വിശ്വാസികളും പുരോഹിതൻ എന്ന് പറഞ്ഞ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം. പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അവൻ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക്, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിലേക്ക് പോകാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കി വചന വെളിപ്പാടോടുകൂടി വചനത്തിന്റെ മർമ്മങ്ങളും സത്യങ്ങളും ദൈവസിനെ പ്രാപിച്ച് പ്രാർത്ഥനയോടെ ദൈവസഭയ്ക്ക് നൽകിക്കൊടുക്കുന്നവനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഈ വണ്ടി കച്ചവടവും ആട് കച്ചവടവും സ്ഥല കച്ചവടവും പെണ്ണുപോക്കറും ഒക്കെ ആയിട്ട് നടക്കുന്നവരല്ല ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് പുരോഹിതൻ.
ദൈവത്തിന്റെ സഭയായിരിക്കുന്ന ദൈവം പരമാധികാരം നടത്തുന്ന ദൈവത്തിന്റെ സഭയുടെ പരമാധികാരത്തിലേക്ക്, അധ്യക്ഷ പദവിയിലേക്ക്, ലീഡർ സ്ഥാനത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുരോഹിതൻ എന്ന് പറയുന്നവൻ വളരെ അച്ചടക്കവും വളരെ വിനയത്വവും താഴ്മി സൗമ്യതയുള്ളവനായി വേർപാടും വിശുദ്ധിയും കാത്തു പരിപാലിക്കുന്നവനും സൂക്ഷിക്കുന്നവനും ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതെ വചനത്തിന് അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനുമായിരിക്കണം. പ്രൈസലോ. ഇന്ന് അങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഞാൻ എന്റെ കാര്യം അടക്കാ പറയുന്നത്. അല്ലെ, വചനം പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അങ്ങനെയാ. പക്ഷെ മനുഷ്യരെല്ലാം സ്വാർത്ഥരായി മാറി, മനുഷ്യരെല്ലാം സ്വാർത്ഥരായി മാറി, മനുഷ്യരെല്ലാം സ്വയത്തിൽ പ്രശംസിക്കുന്നവരായി മാറി. ഞാന്, എനിക്ക്, എന്റെ എന്നൊക്കെയുള്ള വലിയ ചിന്തയിലേക്ക് മനുഷ്യൻ മാറി. ക്രിസ്തുവിന്റെ ഭാവം പലർക്കും നഷ്ടപ്പെട്ടു, ക്രിസ്തുവിന്റെ സ്വഭാവം പലർക്കും നഷ്ടപ്പെട്ടു. നമ്മളെ ദൈവത്തിന്റെ സഭയുടെ പരമാധികാര സ്ഥാനത്ത് നമ്മെ ലീഡറാക്കി വെച്ചിരിക്കുന്ന ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരമുള്ള പുരോഹിതനാണെന്നുള്ള ആ ലക്ഷ്യം പലർക്കും തെറ്റിപ്പോയി. ലക്ഷ്യം തെറ്റി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നിങ്ങൾ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങൾ എല്ലാവരും പുരോഹിതന്മാരാണ്. നിങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോകരുത്. രക്തം ചെയ്യും. പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പ്രത്യേകിച്ചാൽ ഒരു യൂണിയൻ പോലെയൊന്നും ആക്കി വെച്ചിട്ടില്ല. ഭൂമിയിൽ ഒരുപാട് യൂണിയനുകളുണ്ട്. എല്ലാത്തിനും യൂണിയനാ. പ്രത്യേകിച്ച് കേരളത്തിലെ സ്ഥിതി പറയുമ്പോൾ അല്ലെങ്കിൽ എന്തിനും യൂണിയനാ. അല്ലേ, അവരെവിടെ ചെന്നാലും പ്രശ്നമാണ്. യൂണിയനാണോ അവരെവിടെ ചെന്നാലും പ്രശ്നമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എന്ന് പറഞ്ഞ ദൈവസഭയ്ക്ക് പ്രത്യേകമായിട്ട് പുരോഹിത വർഗമായ ഒരു യൂണിയനെ ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല, യൂണിയനാക്കി വെച്ചിട്ടുമില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം പുരോഹിതന്മാരാ. അതിൽ നിന്ന് ദൈവം ലീഡർ സ്ഥാനത്തേക്ക് ചിലരെയൊക്കെ നിയോഗിച്ച് വെക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്ലേ? അപ്പം ദൈവം എല്ലാവരെയും പബ്ലിക്കായിട്ടും വിളിക്കുന്ന, അതിന് സ്പെഷ്യൽ കോൾ കൊടുത്ത് വിളിച്ച് ചിലരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിർത്തുമ്പോൾ, നാം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവന്റെ ജീവിത ക്രമം, ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവൻ ആരാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിയുടെ സ്വഭാവം പോലെ നമ്മളായിരിക്കും സ്ഥാനത്ത് നിൽക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പഠനം കഴിയുമ്പോഴൊക്കെ ആ വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിച്ച ഒരു സ്വഭാവവും ജനത്തിനില്ല. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ പലരും വെളിപ്പാട് പുസ്തകം പഠിച്ചിറങ്ങി വരുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നവരും ഉണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കുന്നവരോട് പഠിപ്പിക്കുന്നവരുണ്ട്. പഠിക്കുന്നതിനേക്കാൾ നല്ലത് പഠിപ്പിക്കുന്നവൻ യഥാർത്ഥ പുരോഹിതനായിരിക്കണം. പ്രൈസലോ. പഠിക്കുന്ന പഠിതാവിനെ അവനെങ്ങനെയൊക്കെ അങ്ങ് പഠിക്കും. പക്ഷെ പഠിപ്പിക്കുന്നവൻ ദൈവരാജ്യത്തിന്റെ പരമാധികാരത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഏർമാത്ത വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന പുരോഹിതൻ, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവൻ വേർപാടും വിശുദ്ധിയുള്ളവനായിരിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്ന പുരോഹിതൻ അല്ലെങ്കിൽ അവൻ യഥാർത്ഥമായി ദൈവജനം പഠിപ്പിക്കും. അല്ലാത്തവർ പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ എന്ന് പറഞ്ഞേ. ഇന്ന് പല പഠനങ്ങളും അങ്ങനെ. അതായത് വെളിപ്പാട് പുസ്തകമൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഭാവി കാര്യങ്ങളെക്കുറിച്ച് ജനത്തെ പറഞ്ഞ് പഠിപ്പിച്ച് അവർക്ക് ദൈവഭയം, ഇതൊക്കെ സംഭവിക്കുവാനുള്ളതാണല്ലോ, ഇതൊക്കെ ഈ ഭൂമി നിറവേറുവാനുള്ളതാണല്ലോ. അപ്പൊ ദൈവത്തെ എത്രമാത്രം ഭയപ്പെടണം, ദൈവത്തെ എത്രമാത്രം ബഹുമാനിക്കണം, ദൈവത്തെ എത്രമാത്രം ആരാധിക്കണം, ജീവിതം എത്രമാത്രം ക്രമപ്പെടുത്തണം, ജീവിതം എത്രമാത്രം ശുദ്ധീകരിക്കണം എന്നൊക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ അബദ്ധത്തിലെങ്കിലും ചെന്ന് ചാടരുത്. പ്രൈസലോ. അബദ്ധത്തിലെങ്കിലും ചെന്ന് ചാടി, ചതിയിലെങ്കിലും ചെന്ന് ചാടി, വഞ്ചനയിലെങ്കിലും ചെന്ന് ചാടി നിങ്ങൾ ദുരുപദേശങ്ങളിൽ അകപ്പെട്ടു പോകാതെ ഈ പുസ്തകം പ്രാർത്ഥനയോടെ നിങ്ങൾ വായിക്കണം. രക്തം ചെയ്യം. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് ഇനി നാം കാണാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നതുമായ അതിമഹത്തായ കാര്യങ്ങൾ, ഇനി ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയതുമായ മനുഷ്യൻ കാത്തിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിലെ നല്ലവരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുന്ന
ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ അഥവാ പുരോഹിത വർഗത്തിന്, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ദൈവം നൽകാൻ പോകുന്ന ഓഹരിയും പാപികളായി ജീവിച്ച് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഈ ലോകത്തിലെ സകല ദുഷ്ടന്മാർക്കും വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയും, ദൈവമക്കൾക്കുള്ള അനുഗ്രഹവും ദുഷ്ടന്മാർക്കുള്ള ന്യായവിധിയും, ഈ ഭൂമിയെക്കുറിച്ചുള്ളതും ഭൂമിക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്തം ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കണം. അല്ലെങ്കിൽ പണ്ടൊരാൾ പറഞ്ഞു, എന്റെ പാസ്റ്റർ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. ഭയമാണെന്ന് പറഞ്ഞു. അതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ വായിക്കുമ്പോൾ ഭയമാണെന്ന് പറഞ്ഞു. എന്തിനാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വെളിപ്പാട് പുസ്തകത്തെ ഭയപ്പെടുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന്റെ പരമാധികാരമായിരിക്കുന്ന രാജ്യം, ദൈവത്തിന്റെ പരമാധികാരമായിരിക്കുന്ന സഭയുടെ പുരോഹിതന്മാരാക്കി നമ്മെ വെച്ചിരിക്കുമ്പോൾ നാം എന്തിന് വെളിപ്പാട് പുസ്തകം വായിച്ച് ഭയപ്പെടണം? അത് മറ്റുള്ളവരെ പഠിപ്പിക്കല്ലേ വേണ്ടത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. പാപത്തെ വിട്ടൊഴിഞ്ഞ് വരണം, പാപത്തെ കുടഞ്ഞൊഴിഞ്ഞ് വരണം. ജീവിതം ക്രമീകരിക്കണം, ജീവിതം ശുദ്ധീകരിക്കണം. മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, നിത്യതയുണ്ട്. അതുകൊണ്ട് മരണാനന്തര ജീവിതം നിത്യതയിൽ സ്വർഗരാജ്യത്തിലായിരിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചവരെ ഒരുക്കിയെടുക്കണം. രക്തം ചെയ്യാം. അല്ലേ? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ പുസ്തകം വായിക്കാൻ ഭയപ്പെടരുത്. വേദപുസ്തകം വായിച്ച് ഭയപ്പെടാനല്ല, വേദപുസ്തകം വായിച്ച് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അല്ലേ? അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട പുസ്തകം അടച്ചു വെക്കാതെ ആ പുസ്തകം പ്രാർത്ഥനയോടെ വായിക്കണം, ശുദ്ധീകരണത്തിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ എബ്രായലേഖനമൊക്കെ വായിക്കുമ്പോൾ 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ശ്രമിക്കാം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അല്ലേ? അപ്പൊ എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഭൂമിയിൽ നമുക്കൊരു ശത്രുത ഉണ്ടാകരുത്, ശത്രുക്കൾ ഉണ്ടാകരുത്. എല്ലാവരും മിത്രങ്ങളായി കണ്ടുകൊണ്ട് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദരൻ സഹോദരി, ശുദ്ധീകരണം ഇവിടെ ആവശ്യമാണ്. ശുദ്ധീകരണം ഇല്ലാതെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉള്ളവന് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. കള്ളു പിടിച്ച്, കഞ്ചാവ് പിടിച്ച്, മയക്കുമരുന്ന് പിടിച്ച്, പെണ്ണും പിടിച്ച്, തല്ലുണ്ടാക്കി, വെട്ടുണ്ടാക്കി, കുത്തുണ്ടാക്കി, രക്തപ്പൊടി ഒഴുക്കി, ക്രിമിനൽ കേസുകൾ അകപ്പെട്ട്, തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദത്തിൽ അകപ്പെട്ട്, സകല ദൂർത്തിലും അകപ്പെട്ടിട്ട്, അല്ലേ, വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞിട്ട് ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന പല ബിരുദന്മാരെ നമുക്ക് കാണാൻ കഴിയും. ആണിന്റെയും പെണ്ണിന്റെയും കൂട്ടത്തിൽ പലരും ഉണ്ട് ഇങ്ങനെ ബിരുദ ഉള്ളവരെ. പക്ഷെ അവര് കണ്ട യേശു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ലേരിയ അവര് കണ്ട യേശു ആരാണ്, വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന യേശു ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാകും. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ ഭയപ്പെട്ട് ദൈവത്തോടുള്ള ബഹുമാനവും ആദരവും സൂചകമായി നാം ദൈവത്തെ ഭയപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെ, അകൃത്യം ചെയ്യാതെ, ക്രൂരത ചെയ്യാതെ, ചെയ്യാതെ ദൈവവചനത്തെ ബഹുമാനിച്ച് ആദരിച്ച് ദൈവം നമുക്ക് തന്ന പദവിയെ നാം ഓർത്ത് ദൈവത്തെ ഭയപ്പെട്ട കർത്താവ് യോഗ്യതയില്ലായിരുന്നല്ലോ, ആ യോഗ്യതയില്ലാഞ്ഞ എനിക്ക് ഈ യോഗ്യതയൊക്കെ തന്ന എന്നെ അങ്ങനെ പുരോഹിതനായി തിരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടത്. അല്ല, ദൈവം വലിയ ക്രൂരനൊന്നുമല്ല കേട്ടോ. അല്ലേലൂയ. നമ്മുടെ ദൈവം അല്ലേലൂയ സൗമ്യതയുള്ളവനാ, താഴ്മയുള്ളവനാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ജീവിതത്തിൽ എല്ലാവരും തള്ളിക്കളയുമ്പോൾ അല്ലേലൂയ നീ ഇങ്ങനെ ചിന്തിക്കുക, നീ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവളാണെങ്കിൽ നീ ദൈവരാജ്യത്തിന്റെ പുരോഹിതയാണ്. അല്ലേ? ദൈവം നിനക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനമാനമാണ്, ഏറ്റവും വലിയ പദവിയാണ്. നീ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന, ദൈവത്തിന്റെ സഭയെ പ്രതിനിധീകരിക്കുന്ന, ദൈവരാജ്യത്തിന്റെ അവകാശിയായി ഇതിന്റെ പുരോഹിതനായി തെരഞ്ഞെടുത്തു എന്നുള്ളത്. അപ്പൊ കർത്താവ് നിങ്ങളെ പുരോഹിതന്മാരാക്കിയിരിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളെ പുരോഹിതന്മാരാക്കിയിരിക്കുന്നു. അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യമുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു,
നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അല്ലേ? അപ്പൊ അവിടെ നമ്മൾ വചനം വായിച്ചു നോക്കി, എവിടെ ആയിരുന്നു നമ്മുടെ സ്ഥാനം, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ നിൽപ്പ് എവിടെ ആയിരുന്നു? നമ്മുടെ ആ പിന്നിലെ സംഭവങ്ങൾ, നമ്മുടെ പിന്നാമ്പുറങ്ങളൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നമ്മൾ ഈ രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ സഭയിൽ കൊണ്ടുവരുമ്പോൾ, ദൈവരാജ്യത്തിന്റെ പരമാധികാര ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മുമ്പത്തെ അവസ്ഥ അതാണ് പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും. അപ്പൊ എവിടെയായിരുന്നു? നമ്മൾ അന്ധകാരത്തിലായിരുന്നു, ഇരുളിന്റെ മറവിലായിരുന്നു, ഇരുളിന്റെ പ്രവൃത്തിയിലായിരുന്നു. പാപം മുഖാന്തരം, ശാപം മുഖാന്തരം ദൈവത്തിൽ നകന്ന് ഈ ലോകത്തിന്റെ മായയായ കാര്യങ്ങളിൽ ജീവിച്ച് മതിമറന്ന്, ഒരു കണക്ക് പറഞ്ഞാൽ ആനയ്ക്ക് മതമിളകിയതുപോലെ ജീവിച്ച ഒരു കാലഘട്ടം മനുഷ്യൻ. അതിൽ നിന്നുമാണ് മനുഷ്യനെ ദൈവം വിടുവിച്ച്, ആ ഇരുളിന്റെ അധികാരത്തിൽ ദൈവം മനുഷ്യനെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ പുരോഹിതനായി. വെളിപ്പാട് പുസ്തകത്തിൽ രാജ്യവും പുരോഹിതൻ എന്ന് പറയുമ്പോൾ പത്രോസ് പറയുകയാണ്, നാം അത് രാജകീയ പുരോഹിത വർഗമാണെന്ന്. ഹല്ലേലൂയ. അതെ, രാജാവിന്റെ പുരോഹിതന്മാരാണ് നമ്മള്. ആമീൻ. സ്വർഗത്തിലെ ദൈവം രാജാതി രാജാവാണ്. അപ്പൊ രാജാവിന്റെ മക്കളായിരിക്കുന്ന നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. എന്നെ കേൾക്കുന്ന മാതാപേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഒട്ടും മോശക്കാരനല്ല, നീ ഒട്ടും കുറഞ്ഞവളല്ല, നീ ഒട്ടും കുറഞ്ഞവനല്ല. നിന്നെ ആർക്കും താഴ്ത്തുവാൻ കഴിയത്തില്ല, നിന്നെ ആർക്കും താഴ്ത്തി കളയാൻ കഴിയത്തില്ല. കാരണം യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകി വിടുവിച്ച് നിന്നെ വീണ്ടെടുത്ത് ദൈവസഭയുടെ രാജകീയ പുരോഹിത വർഗമായി ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. രക്തം ചെയ്യും. അപ്പൊ നമ്മളൊക്കെ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. കടൽക്കരയിൽ കൂടി നടന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്ന, കടൽക്കരയില് തന്റെ അപ്പനോടും സഹോദരനോടും കൂടി മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് പത്രോസിൽ ശുദ്ധീകരണം വരുത്തി ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനായി, ഹല്ലേലൂയ, ദൈവസഭയെ പണിയുവാൻ പത്രോസിനെ ദൈവം പരമാധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പത്രോസിനെ ദൈവം ആത്മാവിൽ നിറച്ചു. പത്രോസിനെ ആത്മാവിൽ നിറച്ചപ്പോൾ തനിക്ക് കിട്ടിയ വെളിപ്പാട് താൻ രേഖപ്പെടുത്തി വെച്ചു, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്ന്. അപ്പം കടക്കരയിലായിരുന്ന മീൻ പിടിച്ചു നടന്ന മുഖവനായിരിക്കുന്ന പത്രോസിനെ ദൈവം ഇത്രമാത്രം മാനിച്ചുയർത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നമ്മോട് എത്രമാത്രം കരുണ കാണിച്ചു. അന്ധകാരത്തിൽ വീണ് കിടന്ന അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചു കിടന്നിരുന്ന ഫേസിലേഖനം 2:1 വായിച്ചാൽ കാണാൻ കഴിയും. ദോഷവും വ്യഭിചാരമുള്ള തലമുറയുടെ നടുവിൽ നിന്ന്, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ പരമാധികാര സ്ഥാനത്ത് കൊണ്ടുവന്ന് നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചുവെന്ന് പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, നീ ദൈവത്തെ സ്തുതിക്കണം. നീ ആരാണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുക. നിന്റെ സ്ഥാനം എന്താണ്, നിന്റെ പൊസിഷൻ എന്താണ്, നിന്റെ ജീവിതം എന്താണ് എന്നൊക്കെ ദൈവ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നാം ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നതെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഹൃദയം നിറഞ്ഞ് സംസാരിക്കുന്നത്, നാം ഹൃദയം നിറഞ്ഞ് സംസാരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് യോജിച്ചതായിരിക്കണം പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് അനുയോജ്യമായത്, ദൈവവചനത്തിന് അധിഷ്ഠിതമായത്, ഹല്ലേലൂയ, നമുക്ക് തന്നിരിക്കുന്ന പദവിക്കകത്ത് നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന് അപമാനം വരാതെ, ദൈവസഭയ്ക്ക് അപമാനം വരാതെ, ദൈവമക്കൾക്ക് അപമാനം വരാത്ത രീതിയില് നമ്മൾ ദൈവവചന അധിഷ്ഠിതമായി വചന വ്യവസ്ഥയ്ക്കനുസരിച്ച് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവസഭയുടെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. ആത്മാവിൽ ദൈവം നമ്മെ നിറച്ചു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ നിറച്ചു.
ആത്മാവിന്റെ ഫലങ്ങളെ ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5:22 വായിച്ചാൽ കഴിയും. 18 വായിക്കുമ്പോൾ, ഗലാത്യലേഖനം 5:18 വായിക്കുമ്പോൾ, അന്ധകാരത്തിലായിരുന്നപ്പോൾ നമ്മുടെ പ്രവൃത്തി ജഡത്തിന്റെ പ്രവൃത്തികളായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ജഡത്തിന്റെ പ്രവർത്തികളായിരിക്കുന്ന അന്ധകാരത്തിൽ ദൈവം നമ്മെ വിടുവിച്ച് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് ആത്മാവിൽ നിറച്ച് ആത്മാവിന്റെ ഫലങ്ങളെ തന്ന് ആത്മാവിന്റെ വരങ്ങളെ തന്നിട്ട് ഹല്ലേലൂയ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഒരുപാട് പ്രശംസിക്കുവാനും സന്തോഷിക്കുവാനും ഉണ്ടെന്നേ. ഹല്ലേലൂയ. ലോകം നിന്നെ പഴിക്കും, നിന്ദിക്കും, അപമാനിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ദൈവവചനം നിന്നെ മാനിക്കുക. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ വചനമായി, സത്യ സുവിശേഷമായി, വിശുദ്ധ ബൈബിളുമായി നീ ജനത്തിന്റെ മുമ്പിൽ വരുമ്പോൾ, നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ വരുമ്പോൾ, അവര് നിന്നെ മാനിച്ചില്ലെങ്കിലും, അവര് നിന്നെ കരുതിയില്ലെങ്കിലും, അവര് നിന്നെ പരിഹസിച്ചാലും ദൂഷിച്ചാലും നിന്ദിച്ചാലും, ഹല്ലേലൂയ, ദൈവം നിന്നെ ദൈവരാജ്യത്തിന്റെ രാജകീയ പുരോഹിത വർഗമായി നിന്നെ തെരഞ്ഞെടുത്തതോർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. ലോകം നമുക്ക് തരുന്ന കയ്യടിയും ബഹുമാനവും ഒന്നും വേണ്ടെന്നേ. നിങ്ങൾ ലോകം തരുന്ന കയ്യടിയും ബഹുമാനവും സ്വീകരിക്കാൻ നിൽക്കരുത്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്ക് നിന്നാ മതി. അല്ലേ? ലോകക്കാര് പലതും പറയും. അവരങ്ങനെ ലോകക്കാർ പലരും പറഞ്ഞുകൊണ്ടിരിക്കും, പല വിധത്തിലും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? പക്ഷെ ദൈവരാജ്യത്തിന്റെ ആമേലെ സ്ഥാനത്ത് നിന്നെ കൊണ്ട് ആമേ ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി, ദൈവരാജ്യത്തിന്റെ അംബാസഡറായി, ഹല്ലേലൂയ, കർത്താവ് നിന്നെ രാജ്യവും പുരോഹിതനുമാക്കി വെച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുമ്പോൾ, നമ്മൾ ദൈവരാജ്യത്തിനകത്ത് നിന്ന് സംസാരിക്കണം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. അതാണ് പുരോഹിതൻ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ, ലോകത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനല്ല. ഇവിടുത്തെ പണക്കാരന്റെ ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് നിൽക്കുന്നവരുടെ ആമേൻ അല്ലയ്യ, അവന്റെ ഇഷ്ടം ചെയ്യുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അല്ലേലിയ, ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലേലിയ, അങ്ങനെ ദൈവ ഇഷ്ടം ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അല്ലേലിയ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളെ ദൈവം രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ പുരോഹിത വർഗമായി തെരഞ്ഞെടുത്തു. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകുന്നു. അവനിൽ നാം അല്ലേലിയ ലേവ്യരായും പുരോഹിതന്മാരായും കാണപ്പെടുന്നു. പ്രൈസ് ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു നമ്മെ രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുത്തു, രാജ്യവും പുരോഹിതനുമായി തെരഞ്ഞെടുത്തത്. ആ യേശു ക്രിസ്തുവിൽ നാം ഹല്ലേലൂയ ആമേൻ ലേവ്യരായി. പഴയ നിയമത്തിൽ അഹരോന്യ കുടുംബത്തിന് മാത്രം, ലേവ്യരായിരുന്നതിൽ അഹരോന്യ കുടുംബത്തിന് മാത്രം ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവരിലൂടെ നാം ലേവ്യരായും പുരോഹിതന്മാരായും ദൈവം നമ്മെ ശുശ്രൂഷയ്ക്കായി ഒരുക്കി. അപ്പൊ നമ്മളെല്ലാം ശുശ്രൂഷകന്മാരാണ്. എല്ലാവരും ഒന്നിച്ച ശുശ്രൂഷ ചെയ്യുന്ന ഒരേ സമയത്ത് തന്നെ ഒരു വിശ്വാസിയുമാണ്, അപ്പോൾ തന്നെ രാജകീയ പുരോഹിത വർഗവുമാണ്. പ്രൈസ്. ദൈവസഭയെ നയിക്കുവാൻ, ദൈവസഭയെ നടത്തുവാൻ ദൈവം അല്ലിയ സഭയുടെ അലിയ മുമ്പിൽ ലീഡർമാരെ, മൂപ്പന്മാരെയൊക്കെ പണ്ട് കാലങ്ങളിൽ നിയമിക്കുമായിരുന്നു. ഇപ്പോഴും ദൈവസഭയ്ക്ക് ദൈവം ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെയൊക്കെ നിയമിക്കുന്നുണ്ട്. അല്ലേലിയ. അത് കൂടി വരുന്ന ജനത്തെ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവനെ വേർപാടിലും വിശുദ്ധിയിലൂടെ നടത്തി മരണാനന്തര ജീവിതമുണ്ട്, മരണാനന്തര ജീവിതം നിത്യതയിലായിരിക്കുമെന്ന് അവനെ ഓർമ്മപ്പെടുത്തുവാൻ, അവനെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടി ദൈവസഭയ്ക്ക് ലീഡേഴ്സിനെ വെച്ചിരിക്കുന്നു, പുരോഹിതന്മാരെ വെച്ചിരിക്കുന്നു. അവര് നല്ല പദവിയുള്ള രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. അതായത് മുമ്പ് പറഞ്ഞ ലോകം നിന്നെ ബഹുമാനിച്ചില്ലെങ്കിലും കർത്താവ് നിന്നെ ആദരിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ആദ്യമായി പുരോഹിതൻ എന്ന പേര് നേടിയവൻ മൽക്കീസേദക്കാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ആദ്യമായി പുരോഹിതൻ എന്ന പേര് നേടിയവൻ മൽക്കീസേദക്കാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുക. അതിനെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് കാണുന്നത്. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശാലേം രാജാവും അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പുരോഹിതനുമായിരിക്കുന്ന ഈ മൽക്കീസേദക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റു അനുഗ്രഹിച്ചു. അപ്പം വേദപുസ്തകത്തിൽ ആദ്യമായി
പുരോഹിതൻ എന്ന പേര് നേടിയവൻ മൽക്കീസേദക്കാണെന്ന് എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ രാജകീയ പുരോഹിത വർഗത്തെ സൃഷ്ടിച്ചവനും അവൻ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ മൽക്കീസേദക്ക് ദൈവപുത്രന് തുല്യനായവനും, ഹല്ലേലൂയ, തുല്യനായവനെന്നും വംശാവലിയില്ലാത്തവനെന്നും ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്തവനെന്നും എഴുതിയിരിക്കുന്നത് കൊണ്ട്, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അവൻ പരിശുദ്ധാത്മാവ് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് ചില വേദപഠിതാക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്റെ കണ്ണിൽ കൂടെ കാണുവാനും ഞാനത് വായിച്ചു പഠിക്കുവാനും ഞാൻ ആ വചനമൊക്കെ ഏറ്റെടുക്കുവാനും കാരണമായി. ഹല്ലേലൂയ. അപ്പം സ്തോത്രം, ആ പരിശുദ്ധാത്മാവ് നമ്മിൽ, ഹല്ലേലൂയ, സ്തോത്രം, വസിച്ചുകൊണ്ട് നമ്മെ രാജകീയ പുരോഹിത വർഗമായി പണിതു. ആ പരിശുദ്ധാത്മാവാണ് നമ്മൾ വസിച്ചുകൊണ്ട് നമ്മളെ രാജകീയ പുരോഹിത വർഗമായി പണിതെടുത്തിരിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദാസി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവസന്നിധിയിലെ രാജകീയ പുരോഹിത വർഗമാണ്. നീ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിന്റെ പാപത്തിന് ശുദ്ധീകരണത്തിന് വരുത്തി നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദൈവം നിന്നെ ലോകത്തിൽ നിന്ന് വേർതിരിച്ച്, ഹല്ലേലൂയ, ദൈവസഭയുടെ പുരോഹിത സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. ആ പരിശുദ്ധാത്മാവ് നിന്റെ രാജകീയ പുരോഹിത വർഗമായി ഈ ഭൂമി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ആലോചന നൽകിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളും ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളും ഒക്കെ നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, യോഹന്നാന് ദൈവം കൊടുത്തതുപോലെയുള്ള വെളിപ്പാട് നിനക്കും തരുമ്പോൾ, അത് നീ നിനക്ക് തന്നിരിക്കുന്ന പദവിക്കനുസരിച്ച് രാജകീയ അധികാരത്തോടെ നിന്റെ മുമ്പിൽ കടന്നു വരുന്നവർക്ക് നീ അതിലൊരു പകർന്നു കൊടുക്കണം. ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് പോലെ, ഭക്ഷണം വിളമ്പി കൊടുത്ത് ഒരു മനുഷ്യന്റെ വയറ് നിറച്ച് അവനെ തൃപ്തിപ്പെടുത്തുന്നത് പോലെ ദൈവവചനം വയറ് നിറച്ച് പകർന്നു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കുവാൻ അല്ലെങ്കിൽ നിനക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്ന് ആമേൻ ദൈവം നിന്നെ പുരോഹിതനാക്കി മാറ്റിയത്. അപ്പൊ നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനാ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗം എന്ന് പറയുന്നത് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാ, വേർപെട്ട ജനമാ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒരുപാട് പുരോഹിതന്മാരുണ്ട്. എല്ലാ മതത്തിനും പുരോഹിതന്മാരുണ്ട്, എല്ലാ വിഭാഗത്തിനും പുരോഹിതന്മാരുണ്ട്. ഹല്ലേലൂയ. വനാന്തരങ്ങളിൽ തൊട്ട് ആമേൻ നമ്മുടെ പട്ടണങ്ങളിൽ വരെ നോക്കിയാൽ സകല വകുപ്പിലുള്ള സകല വിധത്തിലുള്ള ജനത്തിനും അവർക്ക് പുരോഹിതന്മാരുണ്ട്. അതെല്ലാം മനുഷ്യനാൽ നിയമിക്കപ്പെട്ടതാണ്, മനുഷ്യൻ പുരോഹിതന്മാരായി നിയമിച്ചതായി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ആമേൻ രാജ്യവും പുരോഹിതനുമാക്കി, രാജകീയ പുരോഹിത വർഗമാക്കി ദൈവസഭയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ലോകം തെരഞ്ഞെടുത്താക്കി വെച്ചതല്ല, പരിശുദ്ധാത്മാവ് നമ്മെ ആക്കി വെച്ചതാ, യേശു ക്രിസ്തു ആക്കി വെച്ചതാണ്. അപ്പൊ നമ്മളെ ഈ ലോകം വല്ല പുരോഹിതനാക്കി മാറ്റിയത് യേശുവാണ്. സ്തോത്രം. അല്ലേ, ഈ ലോകം തന്ന അധികാരമല്ല, ദൈവം തന്ന അധികാരമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ സന്തോഷിക്കണം. നീ സന്തോഷിച്ച് ആനന്ദിക്കണം. ഈ വിശ്വാസത്തിന്റെ പേരിൽ, ആരാധനയുടെ പേരില് ദൈവവചനം നീ അനുസരിച്ചുകൊണ്ട് ഈ വിശുദ്ധ സത്യ വേദപുസ്തകം, ഈ കറുത്ത വേദപുസ്തകം നീ എടുത്തത് കൊണ്ട് നിന്നെ ഭവനത്തിൽ ചവിട്ടി മെതിച്ച് പുറത്താക്കിയെങ്കിൽ, നിന്റെ നന്മകളൊക്കെ അവർ അപകരിച്ചെടുത്തെങ്കിൽ, നിന്നെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെങ്കിൽ, ഹല്ലേലൂയ, മൃഗീയമായ പീഡനം തന്ന് നിന്നെ എന്നേക്ക് പടിയടച്ച് പിണ്ടം വെച്ച് നിന്നെ ആമേ വീട്ടിനകത്തുനിന്ന് പുറത്ത് തള്ളിക്കളഞ്ഞെങ്കിൽ നീ സന്തോഷിക്കണം സഹോദരി, സഹോദര. കാരണം നീ ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. അറിവില്ലാത്തവരും അന്ധന്മാരുമായിരിക്കുന്ന, അസ്ഥിരന്മാരുമായിരിക്കുന്ന നിന്റെ കുടുംബത്തിലുള്ളവർ നിനക്ക് ആ ദൈവിക ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിന്നെ അടിച്ചു പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് അന്ധകാരത്തിൽ കിടക്കുന്നത് തിരിച്ചറിയണം. നിന്റെ കുടുംബത്തിലുള്ളവരാ. ഇതിന്റെ പാരമ്പര്യം പറയാത്തവൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയുണ്ട്, മതമുണ്ട്, പുരോഹിതനുണ്ട്, ഞങ്ങൾക്ക് ഇടയിലുണ്ട്, ഞങ്ങൾക്ക് ദൈവമുണ്ട് എന്നൊക്കെ പറയുന്നവൻ അന്ധകാരത്തിൽ കിടക്കുന്നത്. അവനാണ് നിന്നെ അടിച്ചിറക്കുന്നത്. കാരണം അവര് വെളിപ്പാട് നഷ്ടപ്പെട്ടവനാ, ദൈവകൃപ നഷ്ടപ്പെട്ടവനാ, ദൈവവിളി ഇല്ലാത്തവനാ, അന്ധകാരത്തിൽ കിടക്കുന്നവനാ. അവൻ ഹല്ലേലൂയ ഒരിക്കലും നിന്റെ മേലുള്ള ദൈവിക പ്രകാശത്തെ കാണുവാനും അനുസരിപ്പാനും നിന്നെ രാജകീയ പുരോഹിതനായി അംഗീകരിക്കാൻ അവന് കഴിയില്ല. അവന് പാരമ്പര്യമാണ് വരുന്നത്. ഹല്ലേലൂയ.
അവര് പാരമ്പര്യമാണ്, തറവാടാണ് വലുത്. ഞങ്ങളുടെ അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ ആരാണെന്ന് അറിയാമോ? ഞങ്ങൾ ഏത് കുടുംബത്തിലാണെന്ന് അറിയാമോ? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വെട്ടിയിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ ആയിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന പാരമ്പര്യത്തിൽ നിൽക്കുന്ന അന്ധകാരത്തിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള കൂട്ടര് നിന്നെ പുരോഹിതനായി, രാജകീയ പുരോഹിതമായി വർഗമായി നിന്നെ അംഗീകരിക്കത്തില്ല. അല്ലേ? കാരണം അവന് പ്രകാശം കിട്ടിയിട്ടില്ല. നീ പ്രകാശം പ്രാപിച്ചവനാ, നീ പ്രകാശം ഉള്ളവളാണ്. നിനക്കാണ് രാജകീയ പുരോഹിത വർഗം യേശു തന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്കാണത് ഉള്ളത്. പെന്തക്കോസ്ത് നാളിൽ അല്ലേറിയാം നാം 120 പേര് ഒന്നിച്ചു കൂടിയിരുന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർ ഓരോരുത്തരും പതിഞ്ഞു. അല്ലേറിയ അവരെല്ലാവരും അന്യഭാഷയിൽ സ്തുതിക്കുവാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അല്ലേറിയ അവിടെ വെച്ച് ദൈവം അവരെയെല്ലാം എന്ത് ചെയ്തു? രാജ്യവും പുരോഹിതമായി, രാജകീയ പുരോഹിതവർഗമായി തെരഞ്ഞെടുത്ത് പിന്നത്തേത് ദൈവസഭയുടെ ലീഡേഴ്സായി ദൈവം പലരെയും പലയിടത്തേക്ക് നിയമിച്ചു. ഇന്നും നിയമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അനേകരെ ദൈവം വിളിച്ചു വേർതിരിച്ച് രാജകീയ പുരോഹിതവർഗമായി സഭയെ പ്രതിദാനം ചെയ്യുന്നവരായി ദൈവം നിന്നെ വേർതിരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നീ ഭയപ്പെടണ്ട. നീ ദൈവരാജ്യത്തിന്റെ അവകാശിയാണ്. അല്ലേ? നിനക്ക് നഷ്ടപ്പെട്ടതല്ല 100 മടങ്ങായി. അപ്പനെ നഷ്ടപ്പെട്ടാൽ, അമ്മയെ നഷ്ടപ്പെട്ടാൽ, സഹോദരിയെ നഷ്ടപ്പെട്ടാൽ, അല്ലിയ ഭൂമിയിലെ നിന്റെ വസ്തുവകളെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടാൽ, അല്ലേറിയ 100 മടങ്ങ് മടക്കി തരുമെന്ന് നമ്മുടെ കർത്താവ് സുവിശേഷത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലേറിയ അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സ് കലങ്ങി പോകരുത്, മനം തകർന്ന് പോകരുത്. നീ ദൈവരാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ഒന്നുമില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, നിനക്കൊന്നും ഇവിടെ ലഭിച്ചിട്ടില്ലെങ്കിലും, സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അധികാരങ്ങളോ അധികാരത്തിന്റെ പവറോ ഒന്നുമില്ലെങ്കിലും, നിന്നെ മറ്റുള്ളവർ മാനിച്ചാലും മാനിച്ചില്ലെങ്കിലും നീ ഭയപ്പെടണ്ട. നീ ദൈവരാജ്യത്തിന്റെ അവകാശിയാണെന്ന് ജയം. അപ്പൊ നമുക്ക് സന്തോഷിക്കണം. സന്തോഷിച്ചുകൊണ്ട് രാജ്യവും പുരോഹിതമാക്കി നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തിന് എന്നേക്കും മഹത്വവും ആമേനും സ്തുതിയും കൊടുത്തുകൊണ്ട്, കർത്താവിയെ യോഗ്യതയില്ലാതെ സ്ഥാനത്ത് എനിക്ക് പദവി തന്ന് എന്നെ സ്നേഹിച്ച് അങ്ങേക്ക് എത്രമാത്രം നന്ദി അർപ്പിച്ചാലും മതി പോരെ കർത്താവ് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. പാദപീഠത്തിൽ വീട് കിടക്കണം. അല്ലേരിയ കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി ഒഴുകിയ രക്തം. അല്ലേരിയ അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി, അവന്റെ കൈകാലുകളിൽ കാരിരുമ്പാണി അടിച്ചിറക്കി, അവന്റെ വിലാപുറം കൊത്തി തുറന്നു, അവന്റെ ശരീരം ഒഴിവുചാല് പോലെ കീറി ക്രൂശിലൊരു മാംസപിണ്ഡമായി നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന, നമുക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്ന പരമയാഗം അനുഭവിച്ചുകൊണ്ട് കർത്താവ് വേദനയോടെ നേടിയെടുത്തതാണ് ദൈവസഭ. കർത്താവ് നേടിയെടുത്തതാണ്. ആ ക്രൂശിലെ മരണത്തോടെ നേടിയെടുത്തതാണ് ഈ രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ. രക്തജയം വില കൊടുത്തിട്ടാണ് യേശു നമ്മെ പുരോഹിതനായി നേടിയെടുത്തത്. നിന്നെ രാജകീയ പുരോഹിത വർഗമായി, രാജ്യം പുരോഹിതനുമായി രാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരം നടന്ന സ്ഥലം ദൈവസഭ. ആ ദൈവസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പുരോഹിതനായി ദൈവം നിന്നോട് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ക്രൂശിലാണ് അതിന്റെ വില കൊടുത്തത് യേശു. ക്രൂശിൽ വില കൊടുത്തു. നിന്റെ പാപങ്ങളെ ഏറ്റെടുത്തു, നിന്റെ ശാപങ്ങളെ ഏറ്റെടുത്തു. നിനക്ക് വേണ്ടി യേശു മരിച്ചു. അല്ലേലിയ അവന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് അന്ധകാരത്തിന്റെ പുറത്തെടുത്ത് വെളിച്ചം നിന്റെ ഉള്ളിൽ പകർന്നു. ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിച്ചു. അവന്റെ മന്ദിരമായി നിന്നെ വേർതിരിച്ചു. അവന്റെ ഭവനമായി, ആലയമായി, അവന്റെ വാസസ്ഥലമായി, അവന്റെ കൃഷിയിടമായി. അല്ലേലിയ ദൈവം നിന്നെ വേർതിരിച്ചിട്ട് അവൻ നിന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവൻ നിന്നെ ദൈവസഭയുടെ പരമാധികാര സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന രാജകീയ പുരോഹിത വർഗമായി. അതാണ് നിന്റെ സ്ഥാനം കേട്ടോ. അല്ലേലിയ സന്തോഷിക്കണ്ടേ? നിങ്ങൾ സന്തോഷിക്കണമെന്ന്. അല്ലേലിയ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം, സന്തോഷിക്കണം. അയ്യോ, ഞാൻ ഈ രാജകീയ പുരോഹിത വർഗം എന്നൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വെറും കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വളർത്തപ്പെട്ട് വളർന്നു വന്നവനാ. വെറും കുപ്പത്തൊട്ടിയില്.
ഹല്ലേലൂയ. വെറും ഒരു കള്ളുകുടിയനായി, വെറും വലിയ മയക്കുമരുന്ന് അടിമയായി, മറ്റുള്ളവരെ കണ്ടാലോ അവനെ പച്ച തെറി വിളിച്ചു പറഞ്ഞ് തല്ലുപൊള്ളിയായി, ഹല്ലേലൂയ, കേസും വഴക്കും കോടതിയായിട്ട് കയറിയിറങ്ങി നടന്ന് ലോകം വെറുത്തു, സമൂഹം വെറുത്തു, നിയമം വെറുത്തു, വീട് വെറുത്ത്, സകലരും വെറുത്ത്, ആർക്കും വേണ്ടാതെ അന്ധകാരത്തിൽ കിടന്ന ഞാൻ പാപിയായി എന്നെ കർത്താവ് ക്രൂശിലെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് രാജ്യവും പുരോഹിതമായി രാജകീയ പുരോഹിത വർഗമാക്കി എന്നെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എത്ര വലിയവനാണ്, നീ എത്ര സ്നേഹവാനാണ്, നീ എത്ര കരുണയുള്ളവനാണ്, ദയുള്ളവനാണ്, നീ എത്രമാത്രം ദീർഘക്ഷമയുള്ളവനാണ്, അതുകൊണ്ടാണല്ലോ എന്നെ സ്നേഹിച്ചതെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഇന്നും പറയും കേട്ടോ, സന്തോഷം കൊണ്ട് അറിയിക്കാൻ പറ്റത്തില്ല. എന്ന് പറയാം, യഹോവയുടെ പ്രവർത്തികളെ എങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റും? ദൈവം നമ്മെ ആ രാജകീയ പുരോഹിതവർഗമാക്കി മാറ്റിയെടുത്ത് നമ്മെ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ കഴിഞ്ഞകാല സംഭവങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിച്ചാലും സ്തുതി തീരത്തില്ല. അവൻ ദരിദ്രനെ കുപ്പയിൽ ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവമാണ്. അതായത് ദൈവം നമ്മെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ രാജകീയ പുരോഹിത വർഗമായി ഇരുത്തുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് ഭൂമിയിൽ മനുഷ്യനാൽ വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് തടവ് പുള്ളികളായിരുന്നവരൊക്കെ ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പുരോഹിതനായി രാജകീയ പുരോഹിത വർഗമായി അവരെ തിരഞ്ഞെടുത്ത സഭയുടെ ഉന്നത സ്ഥാനത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ അവർ പ്രഭുക്കന്മാരോടൊപ്പം ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവരെവിടായിരുന്നു? കുപ്പയിലായിരുന്നു. അപ്പം ദൈവം നമുക്ക് തന്ന പദവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് സന്തോഷിക്കാൻ കഴിയുമോ? നീ കരങ്ങൾ തട്ടി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. കരങ്ങൾ തട്ടി ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ്. ദൈവവചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിന്റെ ഇഷ്ടം ചോദിക്കണം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യമൊക്കെ വായിച്ചു വരണം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. പുരോഹിതന് വേണ്ടുന്ന എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും നിയമങ്ങളും നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ നിങ്ങൾ തീത്തോസിന്റെ ഒക്കെ പുസ്തകം വായിച്ചാൽ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇടയൻ എങ്ങനെ ആയിരിക്കണം, ഒരു പുരോഹിതൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഒക്കെ നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. രക്തചയം. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കമുള്ളവരായിരിക്കണം. യാതൊരു വിധത്തിലും നിങ്ങൾ മലിനപ്പെട്ടു പോകരുത്. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലും യാതൊരു രീതിയിലും മലിനപ്പെടാൻ പാടില്ല. അവന്റെ വസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ ഉടുത്തിരിക്കുന്ന പുറമേ വസ്ത്രത്തിലും അതുപോലെ തന്നെ അവൻ ധരിച്ചിരിക്കുന്ന രക്ഷയുടെ വസ്ത്രത്തിലും ഉത്സവ വസ്ത്രത്തിലും അവന്റെ കല്യാണ വസ്ത്രത്തിലും പാപത്തിന്റെ കറപുറം പാടില്ല. നമ്മൾക്ക് നല്ലൊരു നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് പൊതുജനത്തിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആശ്ചര്യമായി ഈ ആശ്ചര്യമായ വസ്ത്രത്തിൽ പുരളരുത്, മലിനപ്പെടരുത് എന്ന് പറഞ്ഞ പോലെ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മെ രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചു, തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിച്ചു, കല്യാണ വസ്ത്രം ധരിപ്പിച്ചു, ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. ഹല്ലേലൂയ. ആശ്ചര്യമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത അദൃശ്യമായ കണ്ണുകൾ കൊണ്ട് മാത്രം തിരിച്ചറിയേണ്ടതും കാണേണ്ടതുമായിരിക്കുന്ന തേജസ്സിന്റെയും രക്ഷയുടെയും ഉത്സവത്തിന്റെയും ഹല്ലേലൂയ സ്തോത്രം കല്യാണ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ട്. നിന്റെ ആ വസ്ത്രത്തിൽ ചെളി പറ്റരുത്. ഒരു രാജകീയ പുരോഹിത വർഗമായി ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നിന്റെ വസ്ത്രത്തിൽ ചെളി പുരളരുത്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും നിന്റെ വസ്ത്രത്തിൽ മലിനപ്പെടരുത്, നിന്റെ വസ്ത്രം അഴുക്ക് പറ്റരുതൊക്കെ പറയല്ലേ. അവരെ ആശ്ചര്യമായ വസ്ത്രത്തെ കണ്ടുകൊണ്ടാണ് പറയുന്നെങ്കിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളും ദൈവരാജ്യത്തിലെ ശുശ്രൂഷകരും രാജകീയ പുരോഹിതവർക്കും ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വസ്ത്രത്തിൽ പുരളരുത് എന്ന് പറയുന്നത് നിങ്ങളെ കർത്താവ് ധരിപ്പിച്ചത് കല്യാണ വസ്ത്രത്തിലാണ്.
ആ ഉത്സവ വസ്ത്രത്തിലാ, രക്ഷയുടെ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രത്തിലാ. തേജസ്സിന്റെ വസ്ത്രം ധരിച്ചിരുന്ന ആദമിനും ഔവയിലും പാപത്തിന്റെ കറ പുരണ്ടു. മനുഷ്യനായിരുന്ന ആദവും ഔവയും ഏതൻ പർദീസിൽ പിശാചിന്റെ വഞ്ചനയിൽ, പിശാചിന്റെ ചതിയിൽ അകപ്പെട്ട്, ആ കൊടും വഞ്ചനയിൽ അകപ്പെട്ട് ആദമിന്റെയും ഔവയുടെയും വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം കറ പുരണ്ടു, കറ പറ്റി ചെളി പുരണ്ടു, മലിനപ്പെട്ടു. തന്മുഖാന്തരം ദൈവരെ ഏതൻ തോട്ടത്തിൽ പുറത്താക്കി. അങ്ങനെ ഏതൻ തോട്ടത്തിൽ പുറത്താക്കി ശാപയോഗ്യരായി തീർന്ന ആദമും ആദമിന്റെ സന്തതി പരമ്പരയ്ക്കും ജീവിതത്തിലേക്കും മടങ്ങി വരാൻ കഴിയാതെ പാപത്തിൽ വീണ് കിടന്നപ്പോഴാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒടുക്കത്തെ ആദമായി ജീവിപ്പിക്കുന്ന ദൈവമായി അല്ലേറിയ ഈ ഭൂമിയിലേക്ക് വന്ന പാപത്തിന്റെ ശാപത്തിന്റെ കറകളെ എല്ലാം നീക്കിക്കളഞ്ഞ് ആദമി സംഭവിച്ച പാപത്തെ നീക്കി നമ്മെ തേജസ്സിന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു, രക്ഷയുടെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു, ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. അല്ലേറിയ നമ്മെ കല്യാണ വസ്ത്രം ധരിപ്പിച്ചു. ആ വസ്ത്രത്തിൽ ഇനി കറ കൂരളരുത് കേട്ടോ. അനവധി ദൈവദാസിദാസന്മാർ പാപത്തിന്റെ കറ കൂരണ്ട് അവർ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദൈവം കൊടുത്ത പരമാധികാരം, ആ പുരോഹിത ശുശ്രൂഷ, രാജകീയ പൗരോഹിത്യം നഷ്ടപ്പെടുത്തിയിട്ട് പലരും ഇന്ന് പഴയ നിയമത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനെ പോലെ ജീവിക്കുന്നുണ്ട്. അല്ലേ? പലരും ഇന്നത്തെ ഈ രാജകീയ പുരോഹിത വർക്കം എന്നൊക്കെ പറഞ്ഞാലും പഴയ നിയമത്തിലെ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനെ പോരാ. അല്ലേ? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷവും നീക്കിക്കളഞ്ഞ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നീ രാജകീയ പുരോഹിത വർഗമായി ഈ ലോകത്തിന്റെ മലിന മോഹങ്ങളെ, ഇംഗിതങ്ങളെ, ആഗ്രഹങ്ങളെ ഒക്കെ വെടിഞ്ഞിട്ട് ദൈവ വചനത്തിന് അധിഷ്ഠിതമായി വിശുദ്ധ ജീവിതം നയിക്കണം. രക്തം ചെയ്യും. അപ്പൊ നിന്നെ വിശുദ്ധ ജീവിതം നയിപ്പാനാ. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കണം. 1 പത്രോസ് 1:15-16 വായിച്ചാൽ അത് കാണാൻ കഴിയും. അല്ലേറിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിക്കുന്ന, പഴയ നിയമത്തിൽ 3 വിധത്തിലുള്ള അഭിഷേകം ഉണ്ടായിരുന്നു. ഇതിലെ ആദ്യത്തെ അഭിഷേകം അഭിഷേകമാകുന്നു. ആദ്യമായി അഹരോൻ മഹാപുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട്, രണ്ടാമതായി പ്രവാചകന്റെ അഭിഷേകം, മൂന്നാമതായി രാജാക്കന്മാരുടെ അഭിഷേകം, പുരോഹിതന്മാരുടെ അഭിഷേകം വിശേഷിച്ചതാണ്. അവരെപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വത്തോടുകൂടി നിൽക്കേണ്ടിയവനാണ്. അല്ലേലിയ. അവനെപ്പോഴും ദൈവസന്നിധി ഉത്തരവാദിത്വത്തോടു കൂടി നിൽക്കേണ്ടിയവനാ. ജനങ്ങൾക്ക് പാപവിമോചനം ലഭിക്കുവാനായി യാഗങ്ങൾ അർപ്പിക്കേണ്ടവനാ. ജനത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ നെടുവി നിൽക്കേണ്ടിയവനാ. പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന, പൂരിൽ വീണ് കിടക്കുന്ന, ലോകത്തിന്റെ വനിവസങ്ങളിൽ വീണ് കിടക്കുന്ന ജനത്തിന് വേണ്ടി ഇടിവി നിന്ന് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കേണ്ടവനാണ്. അല്ലേറിയ. പുരോഹിതൻ, രാജകീയ പുരോഹിത വർഗം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്തത്. അതുകൊണ്ടാണ് രാജ്യവും പുരോഹിതനുമാക്കി നമ്മെ തീർത്തത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ മലിനത വരാൻ പാടില്ല. അല്ലേറിയ. പഴയ നിയമത്തിൽ പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി പലരിയ യാഗങ്ങൾ നടത്തുന്നവനായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇസ്രായേൽജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി പക്ഷപാതത്തോടെ സംസാരിക്കുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മെ നടത്തുവാൻ, നയിക്കുവാൻ, നമ്മെ ദൈവസന്നിധിക്ക് അടുപ്പിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഉപദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് ദൈവസഭയെ നടത്തുന്നവനാണ് ദൈവത്തിന്റെ പുരോഹിതൻ. അതാണ് രാജ്യവും പുരോഹിതൻ. രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലം. അത് ദൈവസഭയെ പ്രതികരിക്കുന്നു. അപ്പൊ ദൈവസഭയുടെ പുരോഹിതനായി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ നിന്റെ നാവിൽ നിന്ന് നിന്റെ ആദരത്തിന് വിശുദ്ധിയോടെ ദൈവവചനം പറഞ്ഞു കൊടുത്ത് പാപികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നവളായിരിക്കണം നീ. രക്തം ചെയ്യും. അപ്പം നിന്റെ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ നീ തിരിച്ചറിയണം. അല്ലേറിയ. അപ്പം പുരോഹിതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറയുക. യേശുവും താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നുവെന്ന് എബ്രായ ലേഖനം 7:25 വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലുണ്ടായിരുന്ന അനുഗ്രഹങ്ങളും യാഗങ്ങളും ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ക്രിസ്തുവിന്റെ കാൽവറിയിലെ ജീവയാഗത്തിന് ശേഷം ഒഴിഞ്ഞുപോയി. അതിനോടുകൂടി അത് തീർന്നു പഴയ നിയമത്തിലെ. എങ്കിലും നാം കർത്താവിന്റെ പുരോഹിതന്മാരായി തീരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരുത്തും നമ്മെ വീണ്ടെടുത്ത് അന്ധകാരത്തിന് വിടുവിച്ച് ന്യായപ്രമാണത്തിന്റെ ചടങ്ങാചാരത്തിന് നമ്മെ വിടുവിച്ച് പുതിയ നിയമസഭയുടെ പുരോഹിതനായി ദൈവം സ്വർഗത്തിന് പരിശുദ്ധാത്മാവിനെ പകർന്ന് ദൈവം നമ്മെ അഭിഷേകം ചെയ്തു.
പഴയ നിയമത്തിലെ അഭിഷേകം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മെ അഭിഷേകം ചെയ്ത് ഹല്ലേലൂയ കർത്താവിനോടുകൂടി നമ്മെ നിർത്തിയിരിക്കുക. ജനങ്ങളുടെയും ദൈവത്തിന്റെ നടുവിൽ ദൈവം നമ്മെ മധ്യസ്ഥനായിട്ട് നിർത്തിയിരിക്കുക. സ്വതന്ത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പഴയ നിയമത്തിലെ പുരോഹിതനെ അഭിഷേകം ചെയ്തു ജനങ്ങളുടെ മധ്യയെ വേർതിരിച്ചതുപോലെ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലെ 13 തൊട്ട് 16 വരെ വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ കർത്താവ് പുതിയ നിയമത്തിൽ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൽ ലൂക്കോസിന്റെ വിഷയം 24-49 ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുമെന്ന് പറഞ്ഞത് നമ്മെ പരിശുദ്ധാത്മാവ് നിറച്ച് അഭിഷേകം ചെയ്ത് ദൈവസഭയുടെ പരമാധികാര സ്ഥാനത്ത് ആ മഹാരാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ നിയമിച്ചിരിക്കുക. അതുകൊണ്ട് വിശുദ്ധി നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇവിടെ വചനം വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യന്റെ കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായിരിക്കുന്ന പുരോഹിതൻ നമുക്കുണ്ടെന്ന് എബ്രായ ലേഖനം 8:2 വായിക്കുമ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നിന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് നീ വിശുദ്ധിയോടെ നിൽക്കണം കേട്ടോ. കണ്ണുകളടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചല്ലോ, നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനെ എന്നും എന്നേക്കും മഹത്വം. ആമേൻ. പത്രോസ് പറഞ്ഞു നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയെന്ന്. അതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠ പദവികൾ ഓർത്ത് വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ വീണ്ടെടുപ്പിന്റെ മനസ്സിലാക്കി ആമേൻ നാം ആത്മഭാരത്തോടെ മറ്റുള്ളവർക്ക് ഇടിവി നിൽക്കുവാൻ പ്രാഗൽഭ്യമുള്ളവനായി മാറണം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്നെ രാജകീയ പുരോഹിത വർഗമായി വീണ്ടെടുത്തു. ആമേൻ. വീണ്ടെടുക്കപ്പെടുന്ന നിന്റെ രാജകീയ പുരോഹിത വർഗ പദവി, ആ സ്ഥാനമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ലോകം നിന്നെ വെറുത്താലും നിന്ദിച്ച് അപമാനിച്ച് നീ ഭാരപ്പെടേണ്ട. ദൈവം നിനക്കിട്ട പേരാ രാജകീയ പുരോഹിത വർഗം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അതിനെ കേട്ടുപിടിക്കുന്ന ചെറിയ വലിയ കേരളത്തിനും ഭാരത ലോക രാജ്യങ്ങളുള്ള 800 കോടിയധികം ജനത്തെ, അധികാരികളെ, ന്യായാധിപന്മാരെ, ഭരണാധിപന്മാരെ, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള, വേദാൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖല, വിവിധ ഗോത്ര വിഭാഗങ്ങളെ ഭരിക്കുന്നവരെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കർത്താവ്, ഞങ്ങളുടെ BSF, CRP, ക്രമസമാധാന പാലം, നിയമ നിർമ്മാണ രംഗത്ത്, രഹസ്യാന്വേഷണമാണ് പോലീസും വിവിധ സെക്ഷൻ ജുഡീഷ്യറിയെ, വിവിധ വകുപ്പുകളെ, ഖനിയിൽ, കടലിലും, ആകാശമാർഗം വാഹനം ഓടിക്കുക, യാത്ര ചെയ്ത് വാഹന നിർമ്മാതാക്കൾ, ബിസിനസ് വിൽപ്പനക്കാരെ, കർത്താവ്, സമുദ്രത്തിൽ ജോലി ഖനികളും കമ്പനികളും ഫാക്ടറിയും ചേർന്ന് മരുന്നുമായി എന്റെ വ്യാപാരി വ്യവസായികളും എല്ലാം വഴിയോര കച്ചവടക്കാരെയും എല്ലാ മത്സ്യബന്ധന കടലോര വാസികളെ, തീരദേശവാസികളെ ഓർക്കുന്ന കർത്താവ്, ശീലമേഖലയും കാർഷിക മേഖലയിലും നല്ലൊരു എല്ലാ സഹകരണ മേഖലയും പൊതുമേഖലയും ബാങ്ക് മേഖലയും വിദ്യാഭ്യാസ മേഖല, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, മത, സാമൂഹിക, സംസ്കാര, സംഘടന രംഗത്ത്, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും വാർത്തയും വിരാലും വൃത്ത രസന യാച റോഫന ജോർഡനും ഇരിക്കുന്നവർ കർത്താവ് മദ്യമാനത് മയക്കും ലഹരി പദാർത്ഥ വടിപ്പെട്ട് കിടക്കുന്നവർ, ആമി കർത്താവിച്ച് വഴിയോരങ്ങൾ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്നവരെ, വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നുപോയിക്കുന്ന കഷ്ടത ഭാരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന സകല ജനത്തെ ശുദ്ധീകരിച്ച് ദൈവസഭയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് രാജകീയ പുരോഹിതവർഗമായി ജനത്തെ മാനിക്കണമേ. പാപം വിട്ട് മടങ്ങിയ തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾക്ക് ദൈവം മാനസാന്തരം കൊണ്ടുപോകാൻ പാപത്തെ വിട്ടിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവരാജ്യത്തിന്റെ മുതൽക്കൂട്ടായി ജനത്തെ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.